തമിഴ്നാട്ടിൽ DMK CPM പോര് കടുക്കുന്നു. CPM-നെയും പിണറായിയെയും കുറ്റപ്പെടുത്തി DMK മുഖപത്രം രംഗത്തെത്തി. തമിഴ്നാട് CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ മുരശൊലിയിൽ ലേഖന പരമ്പരയും പ്രത്യക്ഷപ്പെട്ടു. വിഴിഞ്ഞം ചടങ്ങിൽ മോദിക്കും അദാനിക്കുമൊപ്പം പിണറായി നിൽക്കുന്ന ചിത്രവുമായാണ് ലേഖനം പ്രത്യക്ഷപ്പെട്ടത്. ഈ പിണറായി വിജയന്റെ സാമ്പത്തിക നയങ്ങളാണ് CPM-ന്റെ കേരളത്തിലെ തോൽവിക്ക് കാരണം എന്നൊക്കെയുള്ള ഒരു വിമർശനം ഈ പത്രത്തിൽ ഇന്നത്തെ ഈ ഒരു ലേഖനത്തിൽ ഉണ്ട് എന്നുള്ള, അതായത് നവകേരള രേഖ എന്നിവയൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് വിമർശനം വന്നിട്ടുള്ളത്. വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള P. രാജീവിനെതിരെയും വിമർശനമുണ്ട്. ഈ ചെന്നൈയിൽ വെച്ച് നടന്ന പരിപാടിയിൽ P. രാജീവ് നടത്തിയ ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നയം സംബന്ധിച്ച പരാമർശങ്ങളൊക്കെ ഉയർത്തി CPM-ന്റെ സാമ്പത്തിക നയം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് പിന്നാലെ TVK സർക്കാരിലെ മന്ത്രിയായിട്ടുള്ള രാജ്മോഹൻ ഈ CPM-നെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് കരുണാനിധി ജീവിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിൽ എഴുതാനുള്ള ഒരു അനുമതി ലഭിക്കില്ലായിരുന്നു എന്നൊക്കെയാണ് TVK-യിലെ മന്ത്രിയായിട്ടുള്ള രാജ്മോഹൻ വന്നിട്ടുള്ളത്. ഷൺമുഖം എന്നുള്ളത് തമിഴ്നാട്ടിലെ CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ DMK നേതാക്കൾക്ക് കഴിയുമോ എന്നുള്ള ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ DMK മുന്നണി വിട്ട് നിരവധി കക്ഷികൾ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ CPM-ഉമായിട്ടുള്ള ബന്ധം കൂടി കൂടുതൽ ഉലയുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്.